റജി ലൂക്കോസ്, ഈ നല്ലവണ്ണം ഓടുന്ന സഹകരണ സ്ഥാപനങ്ങളെ ഒന്നാകെ പ്രതിക്കൂട്ടിലാക്കി അവരെയൊക്കെ കെട്ടിവലിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കേന്ദ്ര ഏജൻസികളൊക്കെ തെക്കും വടക്കും കയറിയിറങ്ങിയിരുന്നു. നോക്കൂ, ഇത്ര വലിയൊരു അഴിമതി നടന്ന ഇവിടേക്ക് ഒരു പേപ്പറുമായി പോലും ഇടിക്ക് കയറി ചെല്ലാനായില്ല. അപ്പോൾ സ്വാഭാവികമായും BJPയുടെ ഈ പരിലാളനം ഏതൊക്കെ തരത്തിലാണ് ഏൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. പക്ഷേ ഇത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള മാധ്യമത്തിന് പോലും ചർച്ച ചെയ്യാനാകുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി ഒന്നുമില്ലാത്ത ഉള്ളി തൊലിക്കുന്ന കാര്യങ്ങളിൽ പോലും ചർച്ച ചെയ്യുന്നവർ ഈ വിഷയങ്ങളൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഈ വിഷയങ്ങളിൽ അവർക്ക് രാജീവ് ചന്ദ്രശേഖരനോട് ചോദ്യങ്ങൾ പോലുമില്ല. അതിന്റെ അർത്ഥം നട്ടലില്ലായ്മ എന്നുള്ളതാണ്. നേരോടെ നിർഭയം എന്നൊക്കെ പറഞ്ഞ് ഗീർവാണം മുഴക്കി നമ്മുടെ നമ്മുടെ മുമ്പിൽ കാണുന്ന അത്തരം ചാനലുകൾക്ക് നട്ടലില്ല. അതൊക്കെ നട്ടലില്ലാത്തവരോട് നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്കാണ് നാണക്കേടെന്ന് പറയുന്നത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതല്ല. ഇവിടെ പ്രിയപ്പെട്ട പന്തളം രാജേന്ദ്രൻ അദ്ദേഹം ഒരു BJPയുടെ അനുഭാവിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം പോലും വളരെ ആർജവത്തോടുകൂടി പറയുന്നു രാജീവ് ചന്ദ്രശേഖരൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇവിടെ വാസ്തവന് പ്രിയപ്പെട്ട നമ്മുടെ കൗൺസിലർ പറഞ്ഞത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കറക്റ്റ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ലോലഹൃദയനല്ല, സത്യസന്ധനായ ഒരു മനുഷ്യനല്ലായിരുന്നുവെങ്കിൽ നിരവധി BJP ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തി പൊളിഞ്ഞു പാളിസായിരിക്കുന്ന ചരിത്രങ്ങൾ കേരളത്തിൽ വാർത്തകളായി വരുമ്പോൾ ഇദ്ദേഹത്തിനും വേണമെങ്കിൽ കൈയൊഴിയായിരുന്നു. പക്ഷേ അവർ വരുമ്പോൾ അതിന് സന്മനസ്സില്ലാതെ കണ്ട് മാന്യനായ സത്യസന്ധനായ ഒരു മനുഷ്യരായതുകൊണ്ടല്ലേ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. തന്റെ കുടുംബത്തെ പോലും ഇനി നാറ്റിക്കരുത്, അപമാനിക്കരുത്, അധിക്ഷേപിക്കരുത്, ഒറ്റപ്പെടുത്തരുതെന്ന് പറഞ്ഞ ഗതികെട്ട ഒരു മനുഷ്യനാണ് ഈ BJPയുടെ ഒരു കൗൺസിലറായി ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്തത്. അതൊരു വലിയ ദുരന്തം തന്നെയാണ്. ഇനി നോക്കിക്കോ, അവരിപ്പോൾ തന്ത്രമല്ല കുതന്ത്രപരമായിട്ട് നാണം കെട്ട രീതിയിൽ കൊണ്ടിരുന്ന ന്യായീകരണം എന്തൊക്കെയാണ്? ലജ്ജയില്ല. ഞങ്ങൾക്ക് കൈപ്പഴ പറ്റി, അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് ഒരു തെറ്റുപറ്റി, ആ കുടുംബത്തിനോട് മാപ്പ് പറഞ്ഞ് അവരെ ഇനിയും ചേർത്ത് പിടിക്കുന്നതിനപ്പുറം കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർ നീ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു. ഇത് മാത്രമല്ല റജി ലൂക്കോസ്, ഇത് മാത്രമല്ല, അതായത് ഈ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഈ സഹകരണ സ്ഥാപനത്തിന് BJPയുമായി ബന്ധമില്ല, അതുകൊണ്ട് ഈ വരുന്ന കടങ്ങളൊന്നും BJPക്ക് ഉത്തരവാദിത്വം പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിയുകയാണ്. BJPക്കാർ BJPയുടെ പേരിൽ പണം പിരിച്ചു കൊണ്ടുപോയിട്ട് ഈ പാവം മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിയിട്ടിട്ട് ഇപ്പോൾ ആ കുടുംബത്തിന് പോലും നീതി ഉറപ്പാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നില്ല. കൈയൊഴിയുകയാണ് BJP. തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരുന്നത്. ആ പ്രസ്താവനയായിട്ട് നേതാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. മഹാഭാഗ്യം, ഈ മനുഷ്യൻ BJPയുടെ പ്രതിനിധി അല്ല, ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് അവകാശപ്പെട്ടത് മാത്രമാണെന്ന് അവർ പറയാതിരുന്നത്. അവരത് പറയാൻ മടിക്കുന്നില്ല, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഞാനെന്ന് ചോദിക്കട്ടെ, 35 ലക്ഷം രൂപ വരെ എടുത്തിരിക്കുന്ന BJPയുടെ നേതാക്കന്മാരുണ്ട്. ആ BJPയുടെ നേതാക്കന്മാർ ആ ബാങ്കിൽ പോയിട്ട്, പോലീസ് പോയിട്ട്, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി പോയിട്ട് അന്വേഷിച്ചാൽ അവരുടെയൊക്കെ പേര് വിവരങ്ങൾ പുറത്തു വരും. ബിനാമിയുടെ മാർഗത്തിൽ ബിനാമിയുടെ പേരിലാണെന്നുണ്ടെങ്കിൽ പോലും ഈ തുക എടുത്തവരുടെ പേര് പുറത്തു വരുന്നില്ലേ? എത്ര ലജ്ജാകരമാണ് ഈ പാർട്ടിയൊക്കെ പറയുന്ന മറുപടികൾ. ഞാൻ വേറൊന്നുകൂടെ പറയാം. ഈ ആത്മഹത്യ നടത്തുന്നത് ഇപ്പോൾ തിരുവനന്തപുരം കൗൺസിലർ തിരുമല അനിൽ ആത്മഹത്യ പോലെ തന്നെ ഇനിയും ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ഇപ്പൊ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് നമ്മുടെ പുൽപ്പള്ളിക്ക് സമീപം, പുൽപ്പള്ളിക്ക് അടുത്തുള്ള ഒരു ഗ്രാമപഞ്ചായത്തിലെ മുള്ളംകൊല്ലി പഞ്ചായത്ത് ജോസ് എന്ന് പറയുന്ന ഒരു സ്വാധീനായ ജനങ്ങളുടെ പ്രിയങ്കരനായ ഒരു കോൺഗ്രസ് MLA, ഒരു കോൺഗ്രസ് മെമ്പർ ആത്മഹത്യ ചെയ്തു. കാരണം എന്തുകൊണ്ടാ? കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ കുറ്റകരമായിട്ടുള്ള എന്താ പറയാ നിലപാട് കൊണ്ട് മാത്രം അദ്ദേഹം പേരെഴുതി വെച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഉള്ളവർ അവരുടെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഈ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന MP അവിടെ ഉണ്ടായിട്ട് ആ വീട് സന്ദർശിച്ചില്ല, കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കന്മാർ സന്ദർശിച്ചിട്ടില്ല. ആ പുൽപ്പള്ളി പ്രദേശം ഞാൻ സഹിത എന്റെ സുഹൃത്തുക്കൾ സന്ദർശിച്ചപ്പോൾ പുൽപ്പള്ളിയിലെ ജനങ്ങൾ ഒന്നടങ്ക രോഷത്തിലാണ്. അങ്ങനെയുള്ള രണ്ട് രാഷ്ട്രീയ കക്ഷികളാണ് കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നത്. നമ്മളെ ലജ്ജിപ്പിക്കുന്നില്ലേ അജിംഷാദ്? അതൊരു വസ്തുതയല്ലേ? 4 പേരാണ് അവിടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇനിയും BJPയുടെ തന്നെ കഥ പറയാം. BJPയുടെ കക്കലും മുക്കലുമായിട്ട് നടക്കുന്ന നേതാക്കന്മാർക്കൊഴിയെ ആർക്കെങ്കിലും അന്തസ്സായിട്ട് ആ പാർട്ടിയിൽ ഇന്ന് പ്രവർത്തിക്കാൻ പറ്റുമോ? അങ്ങനെ പ്രവർത്തിച്ചവരുടെ അന്ത്യമല്ലേ ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാവ മനുഷ്യന്റെ, അന്തസ്സുള്ള ഒരു BJP നേതാവിന്റെ. എന്നിട്ട് ഇവർ പറയുകയാണ് CPM കാരനാണ് ആത്മഹത്യ ചെയ്തതെന്ന്. ഇങ്ങനെയൊക്കെ പറയാൻ തൊലിക്കെട്ടി ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ആ കുടുംബത്തെ അധിക്ഷേപിക്കുമല്ലേ, അപമാനിക്കുമല്ലേ?
2 പെൺകുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ, 55 വയസ്സുകാരുള്ളത്. ആ കുഞ്ഞുങ്ങളോട് നീതി കാണിക്കണ്ടേ? ഹൃദയം തകർന്നല്ലേ നമ്മളോട് സംസാരിക്കുന്നത്? ഈ വേദന നിങ്ങൾ കണ്ടോ? ഇന്നലെയും ഇന്നുമായിട്ട് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന BJPയുടെ ഏതെങ്കിലും ഒരു നേതാവിന് ഒരു ദുഃഖമുണ്ടോ? അവർ മാധ്യമപ്രവർത്തകരെ തല്ലാനായിട്ട് ഒരുങ്ങുകയാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് എടിയും നീടിയും പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ്. ഈ മനുഷ്യന്റെ വീട്ടിലെത്തി ആശ്വസിപ്പിക്കുന്നില്ല. പത്രസമ്മേളനം നടത്തുന്നു. ജനൻ ടിവിയിൽ ഈ വാർത്ത ഒരു മിനിറ്റ് ഒന്ന് ഇടപെട്ടോട്ടെ, പ്രിയപ്പെട്ട റജി ലൂക്കോസ്, ഒരു മിനിറ്റ് ഒന്ന് ഇടപെട്ടോട്ടെ. ഇന്നലെ ജനൻ ടിവിയിൽ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ ജനൻ ടിവിയിൽ ഈ വാർത്ത, പ്രിയപ്പെട്ട അനിലേട്ടൻ്റെ ഈ മരണം എത്ര നേരമാണ് സംപ്രേഷണം ചെയ്തതെന്ന് പരിശോധിക്കണം. ഇവിടുത്തെ രാഷ്ട്രീയ വിദ്യാർത്ഥികളും മാധ്യമ വിദ്യാർത്ഥികളൊക്കെ ഒന്ന് പരിശോധിക്കണം. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ മരണാനന്തര ചടങ്ങുകളുടെ റിപ്പോർട്ട് എത്ര സെക്കൻഡ് ആ ചാനലിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ രംഗത്തെത്തി ഇതൊക്കെ പറയേണ്ടി വരും. ഒപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയാം. റജി ലൂക്കോസ് കംപ്ലീറ്റ് ചെയ്യൂ. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട വംശു പറഞ്ഞത് 100% സത്യ. ഞാൻ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല, പക്ഷെ എങ്കിലും അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ അതിനോട് കൂട്ടിച്ചേർത്തൊരു കാര്യം പറയാം. ഇപ്പോൾ പറഞ്ഞ ഈ ചാനല് നിലകൊള്ളുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന BJPയുടെ ഈ രാജ്യത്തോട് കാണിക്കുന്ന ജനാധിപത്യ ഹത്യക്കും പത്രസ്വാതന്ത്ര്യത്തിനെതിരെ നടത്തുന്ന വിലക്കുകൾക്ക് അനുകൂലമായിട്ട് കേരളത്തിലെ ജനങ്ങളെ, മലയാള ഭാഷ പറയാവുന്ന ജനങ്ങളെ തിരിപ്പിക്കാനുള്ള ശ്രമമല്ലേ ആ മാധ്യമം നടത്തുന്നത്? എന്നിട്ട് എന്തെങ്കിലും ഒരു നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നേട്ടം? ആരാണ് മരിച്ചത്? സമുന്നതനായ ഒരു നേതാവാണ് മരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറി അദ്ദേഹം, തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിലറാണ് അദ്ദേഹം, പ്രിയങ്കരനായ ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആൾക്കാർ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം മരിച്ചിട്ട്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. BJP സംസ്ഥാനത്ത് നിന്ന് ദേശീയ നേതൃത്വത്തിന് ഒരു പരാതി പോയി. കാരണം മുമ്പ് K. സുരേന്ദ്രൻ പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്നപ്പോൾ, അല്ലെങ്കിൽ പാർട്ടി അധ്യക്ഷനായി ഉള്ളപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ ചെലവും കോടികളുടെ ധൂർത്തുമാണ് ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമുള്ളത് എന്ന പരാതിയൊക്കെ കേന്ദ്ര നേതൃത്വത്തിന് BJPക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ധൂർത്തിൽ ചിലവാക്കുന്ന പൈസയുടെ പകുതിയെങ്കിലും ഈ പാവത്തിന് മരണത്തിന് മുമ്പ് വന്ന് കച്ചിത്തുരുമ്പ് പോലെ പറഞ്ഞ ആ മനുഷ്യന് കൊടുത്തുകൂടായിരുന്നോ ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്.